ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. ചേർത്തല സ്വദേശി അനുരാഗിന്റെ നിയമനത്തിന് അനുമതി, കഴകം നിയമനം പാരമ്പര്യാവകാശം എന്ന വാദം കോടതി പരിഗണിച്ചില്ല. വിവരങ്ങളുമായി ഷബ്നയാണ് ചേരുന്നത്. ഷബ്ന, എന്തായാലും അനുരാഗിന് അനുകൂലമായി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നുള്ളതാണ്. എന്താണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി പറയുന്നത്? സ്വാതി, ചേർത്തല സ്വദേശി അനുരാഗിന്റെ നിയമനവുമായി സർക്കാർ മുന്നോട്ട് പോകാം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഹൈക്കോടതി ഇത്തരത്തിൽ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു. കഴകം നിയമനം പാരമ്പര്യാവകാശമാണ്. തെക്കേവാര്യം കുടുംബത്തിന്റെ വാദം പരിഗണിക്കാതെയാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. അവകാശവാദം സിവിൽ കോടതിയിൽ ഉന്നയിക്കാം എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞത്. മാലക്കഴകത്തിന് പാരമ്പര്യാവകാശം ഉന്നയിച്ച് തെക്കേവാര്യം കുടുംബാംഗം നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ്. ഊഴം അനുസരിച്ച് നിയമനം ലഭിക്കേണ്ടത് ഈഴവ സമുദായത്തിനാണ്. ആദ്യം നിയമനം നടത്തിയത് തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ ബാലുവിനെയായിരുന്നു. ബാലു ഈഴവ സമുദായ അംഗമാണ്. തന്ത്രിമാരുടെ നിസ്സഹരണത്തെ തുടർന്നായിരുന്നു ആദ്യ നിയമനം നേടിയ ബാലു രാജിവെച്ചത്. തുടർന്ന് റാങ്ക് ലിസ്റ്റിന്റെ അടുത്ത റാങ്കുകാരനായ അനുരാഗിനെ നിയമന ശുപാർശ നൽകി. തുടർന്നാണ് ചേർത്തല സ്വദേശി KS അനുരാഗിനെ കഴകക്കാരനായി നിയമനം നൽകിയത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേനയായിരുന്നു ഇത്തരത്തിൽ നിയമനം നടത്തിയത്. നിയമനം അംഗീകരിക്കില്ല എന്നായിരുന്നു തെക്കേവാര്യം കുടുംബത്തിന്റെ അവകാശവാദം. തുടർന്നാണ് ഈ കേസ് കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. അനുരാഗിന്റെ നിയമനം നിയമപരം എന്നായിരുന്നു ദേവസ്വത്തിന്റെ നിലപാട്. കുടുംബത്തിന് പാരമ്പര്യ അവകാശമായി വർഷത്തിൽ 2 മാസത്തെ കഴകം അനുവദിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 10 മാസത്തേക്കാണ് നിയമനം എന്ന് ദേവസ്വം ബോർഡ് നിലപാടെടുത്തു. നിയമനം ലഭിച്ചാൽ ജോലിയിൽ പ്രവേശിക്കും എന്നാണ് ഈ KS അനുരാഗൻ നേരത്തെ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും കോടതി ഇപ്പോൾ ഈ അനുരാഗിന്റെ നിയമനവുമായി ദേവസ്വത്തിന് മുന്നോട്ട് പോകാൻ അനുമതി നൽകിയിരിക്കുന്നു. ഷബ്ന, അന്ന് ബാലുവിന്റെ കാര്യമുണ്ടായപ്പോൾ ഭരണസമിതിയെ പോലും അറിയിക്കാതെയാണ് അഡ്മിനിസ്ട്രേറ്റർ സ്വന്തം ഇഷ്ടപ്രകാരം ബാലുവിനെ അതിൽ നിന്ന് മാറ്റുന്നത്. അത്തരം ഒരുപാട് വിവാദങ്ങളും ചർച്ചകളിലേക്കും ഒക്കെ കടന്നിരുന്നു. അന്ന് പിന്നീട് അനുരാഗിന്റെ നിയമനം ഉണ്ടായപ്പോഴും വാര്യർ സമാജം വലിയ തരത്തിലുള്ള എതിർപ്പുമായി രംഗത്തെത്തുകയാണ്. അപ്പോൾ അത്തരം എതിർപ്പുകൾക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ല എന്ന് തന്നെയല്ലേ ഹൈക്കോടതി ഉറപ്പിച്ചു പറയുന്നത്? കോടതി ഏതായാലും ഇപ്പോൾ നിയമനം ചേർത്തല സ്വദേശി അനുരാഗിന്റെ നിയമനത്തിനാണ് പച്ചക്കൊടി കാണിച്ചിട്ടുള്ളത്. ഏതായാലും അത്തരത്തിൽ നിയമനവുമായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ പാരമ്പര്യ അവകാശവാദം ഉന്നയിച്ച് തെക്കേവാര്യം കുടുംബാംഗം നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചിരുന്നത്. ഇതിൽ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനവുമായി മുന്നോട്ട് പോകാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്.